ഹലോ, എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പണി കിട്ടിയല്ലേ? അതുപോലെ തന്നെ എനിക്കും ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയതുപോലെ കിട്ടിയൊരു പണിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും നമ്മൾ എടുത്ത പണി തന്നെ വീണ്ടും വീണ്ടും നമുക്ക് എടുക്കുമ്പം ദേഷ്യവും സങ്കടവും ഒക്കെ വരും. ഇത് എൻ്റെ ഒരു കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്തൊരു വർക്കായിരുന്നു, ഒരു സ്ലീപ്പിംഗ് ബെഡ്. അവർ തന്നെ ആയിരുന്നു കളറും ക്ലോത്തും ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലോത്തിലൊന്നും ഞാൻ ഒരു ഗ്യാരണ്ടിയും ഞാൻ തരില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തൊരു കാര്യമാണ്. പുറത്തുനിന്ന് ക്ലോത്ത് എടുത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു ബെഡിനുണ്ടായിരുന്നു. സ്പോഞ്ച് പുറത്തേക്ക് വരിക, യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലോത്ത് എന്താ പറയുക പഴയതുപോലെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് റിട്ടേൺ വന്ന് ഞാനത് എങ്ങനെ റെഡിയാക്കി ഞാൻ വീണ്ടും അവർക്ക് തിരിച്ചു കൊടുത്തു. വീണ്ടും അത് റിട്ടേൺ വന്നു. അപ്പോൾ വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ കളിച്ച് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറൊരു സ്ലീപ്പിംഗ് ബെഡ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട്, എനിക്കിഷ്ടമുള്ള കളർ ക്ലോത്ത് വെച്ചിട്ട് ഞാനൊരു സ്ലീപ്പിംഗ് ബെഡ് അവർക്ക് ചെയ്തു കൊടുത്തു. അതുതന്നെയാണ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്. പുറത്തുനിന്ന് വാങ്ങുന്ന ക്ലോത്തിൽ ഒരിക്കലും ഗ്യാരണ്ടി നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെ കയ്യിലുള്ള ക്ലോത്ത് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തൊരു വർക്കാണിത്. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബേബീസിന് നമ്മൾ ഇത്രയും ആഗ്രഹത്തോട് ചെയ്ത് കൊടുക്കുന്നൊരു വർക്കാണ്. അപ്പോൾ ബേബിക്ക് കിടക്കാനും യൂസ് ചെയ്യാനും പറ്റുന്നില്ല എന്ന് വരുമ്പം നമുക്ക് ഭയങ്കര സങ്കടമാണത്. പക്ഷേ ഇത് ഞാൻ എന്നിട്ടും എനിക്കൊരു നഷ്ടമായിട്ട് പോലും ഞാനത് ചെയ്തു. പക്ഷെ ഹാപ്പിയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം ചില നെഗറ്റീവുകൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വരും, അതിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ഒരു ഗുണം കിട്ടിയൊരു വർക്കാണിത്. നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ചെറിയ ബോക്സൊക്കെ പോക്കിയിട്ട് ഒരു പില്ലോസുമായി തന്നെ കൊടുത്തു. എനിക്ക് കുറച്ചും കൂടി ഇതാണ് നല്ലതെന്ന് തോന്നി. ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഇതാണെന്ന് തോന്നി. അന്ന് ഫുൾ എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ദിവസമായിരുന്നു, കൊടുക്കേണ്ട ദിവസമായിരുന്നു. അന്ന് തന്നെ ചെയ്തിട്ട് അന്ന് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളുണ്ടായിരുന്നു കുറേ. അതേപോലെ കിട്ടിയൊരു വർക്ക് തന്നെയാണ് ഇതും. ഇതൊരു സ്ലീപ്പിംഗ് ക്രാഡ് ക്ലോത്തിൻ്റെ ഒരു വർക്കാണ്. തലേന്ന് വന്നൊരു ഓർഡറാണ്. അവർക്ക് വെറും ക്ലോത്തായിട്ട് മാത്രം മതി, അതിന് ചെറിയൊരു ബോർഡറും വെച്ചാൽ മതി. നിങ്ങളെ കയ്യിലുള്ള സെയിം ക്ലോത്ത് തന്നെ എടുത്ത് ചെയ്താൽ മതി. ഇതും എനിക്ക് ഇതിന് മുന്നേ ഒരു കസ്റ്റമർ വന്നിട്ട് വീണ്ടും അവർ ഓർഡർ ചെയ്തൊരു കാര്യം കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇടുന്നില്ല ഇതിൽ. സ്റ്റിച്ചിങ്ങിന് ഇത് പിന്നെ ഞാൻ തന്നെ കൊടുക്കേണ്ട ഒരു ഇതാണ്. കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊറിയറിൻ്റെ ആവശ്യമൊന്നുമില്ല, നാട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ പാക്ക് ചെയ്തു. ഇത് ഒരു ഗ്രേ കളറാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ അവർക്കൊരു ബെഡ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു സെയിം കളർ തന്നെയാണ്. അവർ പിന്നീട് മതി, കുട്ടി വലുതായിട്ട് മതി എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ രണ്ടൊരു പ്രിൻ്റഡാണ് അവർ ചൂസ് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ക്ലോത്താണത്. നിങ്ങൾക്ക് വാഷ് ചെയ്യാം, ഒന്നും ആവില്ല. കുറേ കാലം ക്ലോത്ത് നമുക്ക് അങ്ങനെ തന്നെ കിടക്കും. അപ്പം ഞാൻ അങ്ങനെ പേക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ തന്നെ കൊണ്ടു കൊടുക്കുന്നതിനെ കൊണ്ട് ഒരു ചെറിയൊരു കവറിലിട്ടു. ഇനിയിപ്പോൾ ഇത് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കണം. അതും ഒരു സുഖമാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കാമെന്ന് പറയുന്നത്. വീട്ടിലെത്തിക്കില്ല, നമ്മൾ ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും സ്ഥലമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. അപ്പം ഇതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം. കൊണ്ടുപോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ചെറിയൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ മോളായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെറിയ പാക്കിങ് ആയിക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തു. ഇത് കൊണ്ടു കൊടുക്കണം ഇൻഷാ അല്ലാഹ്.